there's a huge topic of controversy that happens in the field of bodybuilding competitions. For example, there are a lot of federations like KAPA, IFBB Pro, Yeah. and WFF. So, do you feel like there's always a biased way and a political aspect to all these judging of bodybuilders? In 90% of the case, there's no biasing. Okay, it's just നമ്മളൊരു ഒരാളെ കൊണ്ട് കോമ്പറ്റീഷന് ചെയ്യാൻ വരുവാണ്. അപ്പോൾ ഒരു സപ്പോസ് ഒരു ട്രെയിനർ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടീനെ കൊണ്ട് കോമ്പറ്റീഷൻ വരുവാണ്. ഈ ട്രെയിനർ വിചാരിക്കുന്നത് എൻ്റെ ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വന്ന ആളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ഓക്കെ, എനി ഹൗ ഹി വാണ്ട്സ് ടു ദാറ്റ് പേഴ്സൺ ടു വിൻ. ദാറ്റ്സ് വൈ. സോ ഇയാൾ ആ ഒരു വ്യൂവിലൂടെയാണ് കാണുന്നത്. ഇയാൾ ആ സ്റ്റേജിൽ നിൽക്കുന്ന വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ WFF കോട്ടയം മത്സരം നടന്നു. ഞാൻ അവിടെ ജഡ്ജിങ് പാനലിൽ ഞാൻ മാർക്കൊന്നും ഇട്ടില്ല, ഞാൻ അവിടെ ഇരുന്നു. ഇവരെന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്ന് നമ്മൾ അവിടെ കയറി വരുമ്പോൾ കാണുന്ന ഒരു ഇതല്ല പോസ് ചെയ്ത് വരുമ്പോൾ ഇൻഡിവിജ്വൽ പോസിനുണ്ട്. സോ 90% ബയാസിങ് അല്ല. ഓക്കെ, ദെൻ ഒരു 10% ദർ ഇസ് ലിറ്റിൽ ബിറ്റ് ഹിയർ ആൻഡ് ദർ. ബട്ട് ദാറ്റ്സ് ബോഡി ബിൽഡിംഗ്. Obviously you need to, you know. Okay, sir. There's a lot of youngsters in this time of the society. Yeah. And there's a lot of people who use drugs and alcohol to, Yes. just I'd say their own way of thinking that it's a cool thing. And there's a lot of people who don't do anything. They don't have any kind of physical fitness, or they don't have any kind of drug use and anything. And there's a lot of people, or should I say few people, who work out regularly, take care of the body. What's your take on the people who use drugs and do bodybuilding? See, most of the people are getting into this not because of the reason they want to do it, just because they want to try something. Okay, that's first thing. Yes. They want to try, and just for trying they will get addicted into that. That's one of the reasons. Then they don't have a comeback. So what happens is that നിങ്ങൾ ഒരാൾ ഒരു മേ ബി പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ജിമ്മിൽ പോകരുത്, ഹൈറ്റ് വെക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ. സോ പേരൻസ് വിടത്തില്ല. ഇപ്പോൾ നേരെ തിരിഞ്ഞു. ഓക്കെ, ആ ഒരു ഇതെല്ലാം മാറി. സോ നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ എക്സസൈസ് ചെയ്യാം എന്നുള്ളത്. നിങ്ങളൊരു കുട്ടീനെ ഒരു ചെറിയ പ്രായത്തിൽ ജിമ്മോ, ഐ എം നോട്ട് ജസ്റ്റ് സെയിങ് അബൌട്ട് ജിം, ഇറ്റ് ക്യാൻ ബി മാർഷൽ ആർട്സ്, ഇറ്റ് ക്യാൻ ബി എനി ഫോം ഓഫ് സ്പോർട്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ഒരു കൊച്ചിനെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ദീസ് ഡ്രാഗ്സ് ആൻഡ് ഓൾ, അത് വളരെ ലിമിറ്റഡ് ആകും. ബിക്കോസ് ഹി ഹാസ് എ പാഷൻ, ഹി ഹാസ് എ ഫോക്കസ്, ഹി ഹാസ് ടു ഡു സംതിങ്. Okay, he wants to get better into that. That's the thing. That's one solution of this. Okay, I'm not saying that this is the entire solution. This is one solution. ഇനി ജിമ്മിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏത് സ്പോർട്സ് ഫീൽഡിലാണേലും, നിങ്ങൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് സ്പോർട്സ് ഫീൽഡിലാണേലും, യു നീഡ് യുവർ മസിൽസ് ടു ബി സ്ട്രോങ്. Yes. ഓക്കെ, ഫോർ എ ബെറ്റർ ഫങ്ഷനിങ്, ആ സ്പോർട്സ് ഫീൽഡിൽ ഇമ്പ്രൂവ് ആകാൻ, ഇഞ്ചുറി പ്രിവെൻഷനൊക്കെ വേണ്ടിയിട്ട്. സോ ആ അൾട്ടിമേറ്റ് ആൻസർ comes to the gym. Okay, yes. That will lead you to the gym. Sir, it took my parents 4-5 years to let me go to the gym. And it's two questions. So what would you say to the parents who stop their child from doing any form of physical exercise, and what would you consider telling a beginner level person in the gym to do in order to grow in the gym? First thing to the parents. Yes. Parents സ്റ്റുഡൻസിന് യാതൊരുവിധ സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഈ ജിമ്മോ അതേത് ടൈപ്പ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ട് അതിൽ വിടാത്തതിൻ്റെ ഒരു കാരണം പേരൻസ് ആർ ഓവർ കെയറിങ്. ദേ ആർ ലൈക്ക് ദേ ആർ സ്കെയർഡ് ആക്ച്വലി. എൻ്റെ കൊച്ചു പുറത്ത് പോയാൽ, അവിടെ പോയപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോയാൽ വീഴും, കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റും, ജിമ്മിൽ പോയാൽ വെയിറ്റ് എടുത്ത് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെയുള്ളൊരു ഈ ഒരു ഓവർ കെയറിങ് ആണ്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഡിസ്ട്രോയിങ് ദിസ് പീപ്പിൾ, ദിസ് യങ് കിഡ്സ്. You don't have to. Okay, let them move to the world. Okay, ജിമ്മിൽ വരുന്ന ഒരാൾ, ഒരു കൊച്ചിനെ നിങ്ങൾ പേരൻറ്റ് ജിമ്മിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത് എന്താണ്? സി, എൻ്റെ ഹെൽത്തിന് എന്നെ പോലെ തന്നെ എൻ്റെ പേരൻറ്റിനും അത്രയും ഒരു താല്പര്യമുണ്ട്, അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുന്നു. സോ ഐ നീഡ് ടു ബി സ്ട്രിക്റ്റ്. അല്ലേ? ഇപ്പോൾ തോമസ് പറഞ്ഞു 4 years എടുത്തു അവരെ കൺവിൻസ് ചെയ്യാണെന്ന്. ഈ 4 years തോമസ് വർക്കൗട്ട് ചെയ്യാതിരുന്നോ? ഇല്ല, ഒളിച്ചും പാത്തൊക്കെ പോയി വർക്കൗട്ട് ചെയ്തു. അല്ലേ? ദാറ്റ്സ് പാഷൻ. ഓക്കെ, ആ പാഷൻ ഇല്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ബട്ട് പേരൻസ് ഒന്ന് വിട്ടാൽ പോകാമായിരുന്നു, അത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾക്കാരുണ്ട്.
അതുകൊണ്ടാണ് ഒന്നത്. ഇനി അത് ജിമ്മ് തന്നെ ആവണമെന്നില്ല, വേറെ ഏത് സ്പോർട്സ് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ കൊണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിള്ളേർ ഓട്ടോമാറ്റിക്കലി ജിമ്മിലേക്ക് തന്നെയാണ് അവസാനം വരുന്നത്. ബിക്കോസ് ഈ കോച്ചന്മാർ പറയും നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം, അതിനുശേഷം അവർ ജിമ്മിലേക്ക് തന്നെ വരും. ഇനി ജിമ്മിൽ പ്രായമായവർ കുറച്ച് കഴിഞ്ഞവർ അവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഇനി എന്ത് ജിമ്മിൽ പോകാനാണെന്നാണ്. സോ ദേ ബെറ്റർ ആസ്ക് ദംസെൽസ് വൈ ഷുഡ് ഐ ലീവ് ഇൻ ഫർദർ. ഓക്കെ, ദ സെയിം സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ഇത് എക്സസൈസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തൻ ചെയ്യാം, മസിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ കോമ്പറ്റീഷനോ ഒന്നുമല്ല. ഓരോരുത്തരുടെയും മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മസിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ലവ് യുവർ സെൽഫ്. ദാറ്റ്സ് വൈ. ഇഫ് യു ഡോണ്ട് ലവ് യുവർ സെൽഫ്, യു ഡോണ്ട് കെയർ ഫോർ യുവർ സെൽഫ്. യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, യു ഗോ ടു ദ വാഷ്റൂം, യു വാഷ് യുവർ ഫേസ്, യു വിൽ പുട്ട് ഓൾ ദോസ് deodorant or good dresses. Why? Because you love yourself. The same way, this is because you love yourself. You want to look better for yourself. Okay, in future when you are reaching an old age, you want to be the best. Okay, you don't need somebody else to come and pick you from the ground or come on, well, let's go to the toilet. No, you want to do it yourself. That's why. That's the number one reason. Okay, so it's about just loving yourself. So it's just basically about it's all about just loving yourself more and more. That's it. Yes. Thank you for your time here, sir. Thank you. Appreciate this. Thank you very much for coming to SJC. Thank you, Thomas. Yes. Thank you very much.